നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കുകയാണല്ലോ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 കളി ആരംഭിക്കുക. അപ്പോൾ ഈ മത്സരത്തിനുള്ള സ്ക്വാഡ്, ഈ ഒരു സീരീസിനുള്ള സ്ക്വാഡ് നേരത്തെ സിംബാബ്വെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ സിംബാബ്വേയിൽ ജനിച്ചവരല്ലാത്ത കുറച്ച് താരങ്ങളുണ്ട്. നമുക്കറിയാം, സിക്കന്ദർ റസ, അദ്ദേഹം പാകിസ്ഥാനിയാണ്, പാകിസ്ഥാനിൽ ജനിച്ചു വളർന്നയാളാണ്. പിന്നെ ഇപ്പം സിംബാബ്വേക്ക് വേണ്ടി കളിക്കുന്നു. അവരുടെ നായക സ്ഥാനത്ത് അദ്ദേഹമാണുള്ളത്. അദ്ദേഹത്തെ കൂടാതെ പുറത്തു നിന്നുള്ള താരങ്ങളെ നമ്മൾ നോക്കുകയാണ്. ഇപ്പം സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്നയാൾ, അതുപോലെ ബെൽജിയത്തിൽ നിന്ന് ഉള്ള താരമൊക്കെ അവരുടെ സ്ക്വാഡിലുണ്ട്. സൗദി അറേബ്യയിൽ നിന്നുള്ള താരം ഫഡാസ് അക്രമാണ്. ഫഡാസ് അക്രം ഇപ്പോൾ സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വേരുകൾ കിടക്കുന്നത് പാകിസ്ഥാനിലാണ്. പിന്നെ അദ്ദേഹം സിംബാബ്വേക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. 30 വയസ്സുള്ള താരം സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ജനിച്ചത്. ഇപ്പം ഇവർക്ക് വേണ്ടി, സിംബാബ്വേക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ODI ഡെബ്യൂ എന്ന് പറയുന്നത് ഈ വർഷം ജനുവരി 6 അതുപോലെ അദ്ദേഹത്തിൻ്റെ T20I ഡെബ്യൂ വന്നത് 2020 നവംബർ 10 പാകിസ്ഥാനെതിരെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 1993 ഒക്ടോബർ 3 അദ്ദേഹം ജിദ്ദയിൽ, സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിക്കുന്നത്. പാകിസ്ഥാനികളാണ് അദ്ദേഹത്തിൻ്റെ പേരൻസ്. അദ്ദേഹം മിഡിൽ ഈസ്റ്റിലും പാകിസ്ഥാനിലുമായിട്ടാണ് വളർന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി 2000 സിംബാബ്വേയിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ സിംബാബ്വേയിൽ പാകിസ്ഥാൻ എംബസിയിലെ എംപ്ലോയി ആയിരുന്നു. അപ്പം അദ്ദേഹം പിന്നീട് വളരുന്നതൊക്കെ, അദ്ദേഹത്തിൻ്റെ ബാക്കി കാലമൊക്കെ അദ്ദേഹം ജീവിച്ചത് സിംബാബ്വേയിൽ തന്നെയായിരുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം സിംബാബ്വേക്ക് വേണ്ടി കളിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പം ഫഡാസ് അക്രമുണ്ട്. അദ്ദേഹത്തെ കൂടാതെ മറ്റൊരാൾ കൂടി പുറത്തു നിന്നുള്ള ആളാണ്. അത് മറ്റാരുമല്ല, അന്തും നെക്വിയാണ്. അന്തും നെക്വി യഥാർത്ഥത്തിൽ ബെൽജിയത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരൻസും ബെൽജിയക്കാരാണ്. പക്ഷേ ഗ്രാൻഡ് പേരൻസ് പാകിസ്ഥാൻ ഒറിജിനാണ്. പാകിസ്ഥാനിൽ നിന്ന് അവർ ബെൽജിയത്തിലേക്ക് കുടിയേറിയവരാണ്. 25 വയസ്സുള്ള താരമാണ് അന്തും അമീർ നെഖ്വി. അദ്ദേഹം ജനിച്ചത് ബെൽജിയത്തിലെ ബ്രസൽസിലായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ഇപ്പം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പാരൻസ് ബെൽജിയത്തിൽ നിന്നുള്ളവരാണ്. പക്ഷേ ഗ്രാൻഡ് പാരൻസ് പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തവരാണ്. അദ്ദേഹം ഒരു 4 വയസ്സുള്ളപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലി ബെൽജിയത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കാണ് മൂവ് ചെയ്തത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനും മറ്റുമൊക്കെ നടന്നത്. സിഡ്നിയിലായിരുന്നു അദ്ദേഹം വളർന്നത്. അവിടെ അദ്ദേഹം തൻ്റെ ക്രിക്കറ്റും പഠനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അദ്ദേഹം ഒരു ക്വാളിഫൈഡ് കൊമേഴ്ഷ്യൽ പൈലറ്റാണ്. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം ഒരു മുൻ സിംബാബ്വെ ക്രിക്കറ്ററുടെ ഉപദേശപ്രകാരമാണ് സിംബാബ്വേയിലേക്ക് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് പോകുന്നത്. അതിപ്പം കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, സിംബാബ്വേയിൽ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ഡെബ്യൂ നടന്നത് 2023 അവിടെ നിന്ന്, അതായത് സൊളമൻ മിർ എന്ന മുൻ സിംബാബ്വേൻ ഇൻ്റർനാഷണൽ പ്ലെയറുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് അദ്ദേഹം സിംബാബ്വേയിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ വെച്ച് അവരുടെ ടീമിലേക്ക് ആദ്യമായിട്ട് T20I ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാൻ ഇന്ത്യക്കെതിരെ ഉള്ള ഈ ഒരു സീരീസിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും സിംബാബ്വേൻ ക്രിക്കറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാം, അത്ര മികച്ച രൂപത്തിലല്ല. ഇത്തവണത്തെ T20 വേൾഡ് കപ്പിന് അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പോലും പറ്റിയില്ല. നമീബിയയാണ് അവിടെ നിന്ന് ക്വാളിഫൈ ചെയ്ത് വന്നത്. ഉഗാണ്ട ക്വാളിഫൈ ചെയ്തു. അപ്പോഴാണ് സിംബാബ്വെ പുറത്തായിരുന്ന കാര്യം കൂടി നോക്കുക. അവർക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അതിനുള്ള ആദ്യ കാൽവെപ്പാണ് ഈ സീരീസ്. പക്ഷേ ഇന്ത്യൻ ടീമിനോട് അവർക്ക് എങ്ങനെ മുട്ടി നിൽക്കാൻ പറ്റും, കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.